നമ്മുടെ വീടുകളിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രമാണോ ഉള്ളത്? വീടിൻ്റെ സമ്പത്തെന്ന് പറയുന്നത് സാധനങ്ങൾ കൂട്ടിവെക്കുന്നതല്ല എന്ന് ചാവറയച്ചൻ 150 വർഷം മുമ്പ് പറഞ്ഞതാണ്. ഈ സമൂഹത്തിൽ, ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ പരസ്യ കമ്പനികളും പരസ്യങ്ങളുമാണ് മനുഷ്യനെ മുൻപോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്കാണെങ്കിൽ എന്ത് സാധനം വാങ്ങണമെങ്കിലും പരസ്യത്തിൽ കണ്ടിരിക്കുന്ന സാധനങ്ങളെല്ലാം അവർക്ക് നല്ലതാണ്. വീട്ടിലെ അവസ്ഥയറിഞ്ഞ് ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന കുഞ്ഞുങ്ങളാണ്, മക്കളാണ് വീട്ടിലെ മാതാപിതാക്കൾക്ക് അനുഗ്രഹമായി മാറുന്ന മക്കൾ. എല്ലാ സൗകര്യങ്ങളും മക്കൾക്ക് കിട്ടിയിട്ടും അവർക്ക് അതിലൊന്നുമല്ല താല്പര്യം, മറ്റ് സാഹചര്യങ്ങളോടാണ് താല്പര്യം കാണിക്കുന്നത്. ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷൻ മാതാപിതാക്കളാണെങ്കിലും അല്പം ഓൾഡ് ജനറേഷൻ ആണെങ്കിലും പഴയ തലമുറയാണെങ്കിലും ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ട് എൻ്റെ മക്കൾ അറിഞ്ഞാൽ അവർക്ക് എന്നെപ്പറ്റിയുള്ള ഇംപ്രഷൻ പോകും എന്നൊരു ഫീലുണ്ട് പല മാതാപിതാക്കൾ. സാറെന്താണ് പറയാനുള്ളത്? നമ്മളിപ്പോൾ ഇന്നത്തെ തലമുറ മക്കളെ തന്നെ കുറ്റം. എൻ്റെ പേര് ബിജു, മഞ്ചേരി ഇടവകയിൽ നിന്ന് വരുന്നു. ഇന്നത്തെ തലമുറ മക്കളെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നമ്മൾ പേരൻസ് ആണേ തന്നെ പണ്ട് നമ്മുടെ ചെറുപ്പകാലങ്ങളിലൊക്കെ നമ്മൾ ഒരു ഡ്രസ്സ് വാങ്ങിച്ചാൽ ചിലപ്പോൾ അത് കീറി കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ഡ്രസ്സ് നമ്മൾ ഉപയോഗിക്കുക. അതേപോലെ ഒരു ചെരുപ്പാണേലും എന്ത് സാധനങ്ങളാണേലും അത് മാക്സിമം നമ്മൾ ഉപയോഗിക്കുമായിരുന്നു. ഇന്ന് അതല്ല. ഇന്ന് 1 മാസം അല്ലെ 2 മാസം അതിനുള്ളിൽ തന്നെ അടുത്ത ജോഡി നമ്മൾ വാങ്ങിച്ചു കൊടുക്കും. 8 ജോഡിയും 10 ജോഡി, അന്നൊരു ജോഡി ഉണ്ടായിരുന്ന സമയത്ത് ഇന്ന് 10 ജോഡിയൊക്കെയാണ് ഓരോ കുട്ടികൾക്ക് ഉള്ളത്. അപ്പം നമ്മൾ കുറച്ചൊക്കെ അവരെ പറയും. അതുപോലെ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ മക്കളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നതാണ്. അപ്പോൾ അവരങ്ങനെ പിടിവാശിയൊന്നും പിടിക്കലില്ല, ഇന്നത് വേണമെന്നും പറഞ്ഞ്. അപ്പം കുറച്ച് കാര്യങ്ങൾ അവരോട് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ മക്കൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എന്നാ എൻ്റെ ഒരു അഭിപ്രായം. അത് നല്ല അഭിപ്രായമാണ്. എന്ന് പറഞ്ഞാൽ മക്കളോട് മാതാപിതാക്കളുടെ മനസ്സ് തുറന്ന് പറയാനായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടാവുക. ഇപ്പം പല മാതാപിതാക്കളും, ഇപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു 2 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ അമ്മ, എറണാകുളത്ത് ചേരിയിൽ താമസിക്കുന്ന ഒരു സ്ത്രീയാണ്. സ്ത്രീ എന്ന് പറയാനുള്ള പെൺകുട്ടിയാണ്. അപ്പോൾ അവൾ എന്ന് പറഞ്ഞാൽ, അച്ഛാ ഞാൻ ഇന്നാളെ അച്ഛൻ്റെ അടുത്ത് വന്നതാണ്. അപ്പോൾ എൻ്റെ 2 വയസ്സുള്ള കുഞ്ഞിനെ ഇടിക്കാൻ പാകത്തിന് ആരെങ്കിലുമൊക്കെ അവരുടെ കുഞ്ഞുങ്ങൾക്ക് മേടിച്ച് വെച്ചിട്ട് ഉപയോഗം കഴിഞ്ഞ ഡ്രസ്സ് ഉണ്ടെങ്കിൽ അച്ഛൻ പള്ളിയിലൊന്ന് വിളിച്ചു പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിന് ഒരു ജോഡിയെങ്കിലും കിട്ടിയാൽ എനിക്ക് വലിയ സന്തോഷമായിരുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ മുമ്പിൽ വന്ന് കരയുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ടെന്ന് ഓർക്കണം. ആ സമയത്താണ് കുഞ്ഞുങ്ങൾക്ക് പോലും ആവശ്യമില്ലാതെ, കാരണം അപ്പൻ്റെ അമ്മയുടെ പ്രസ്റ്റീജിൻ്റെ നോട്ടാണ് കുഞ്ഞുങ്ങളുടെ ഡ്രസ് കോഡിനെ കുറിച്ച് നമ്മൾ പിന്നീട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഡ്രസ് കോഡിൻ്റെ ശൈലിയല്ല, ഡ്രസ്സ്. എൻ്റെ മകൻ 1 മാസം കഴിയുമ്പോൾ ഇത് മാറ്റി അടുത്തത് ഇടണം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ അടിമയായി അപ്പനും അമ്മയും മാറുന്നു. അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഒരു സ്റ്റാറ്റസ് സിമ്പലായി മക്കളെ കരുതി വയ്ക്കുകയാണ്. ചാവറപ്പിതാവ് പറഞ്ഞു, നമ്മൾ നേരത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, മക്കൾ നിങ്ങളുടെ കരങ്ങളിലെ ദൈവ നിക്ഷേപമാണ് എന്നാണ് ചാവറപ്പിതാവ് പറഞ്ഞത്. നിക്ഷേപമൊക്കെ അവിടെ കിടക്കുന്നുണ്ട്, പക്ഷേ അവരെ പുതപ്പിക്കുന്നത് എന്തായിരിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുകയാണ്. അത് നമ്മളുടെ മനസ്സിൻ്റെ, നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഓരോ ആഴ്ചയും അല്ലെങ്കിൽ 2 ആഴ്ച 3 ആഴ്ച അല്ലെങ്കിൽ 1 മാസം കൂടുന്നതിന് മുമ്പ് തന്നെ മക്കളുടെ കളർ സ്കിൻ ഒക്കെ അനുസരിച്ച് ഭംഗിയുള്ള ഡ്രസ്സുകൾ നമ്മൾ വാങ്ങിച്ചു കൂട്ടുകയാണ്. ഈ കുഞ്ഞിനറിയാം 1 മാസം കഴിയുമ്പോൾ അവൻ പഴയത് ഇടൂല, അത് പഴയതാണ്. ഒരു പാർട്ടിക്ക് പോകണം അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോകണം, ഓരോ മാസം 2-3 ബർത്ത്ഡേ പാർട്ടിയാണ്, ഓരോന്ന് പുതിയ വാങ്ങിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു സംസ്കാരത്തിൻ്റെ അടിമകളായി നമ്മളുടെ കുടുംബങ്ങൾ മാറുമ്പോൾ യഥാർത്ഥത്തിലുള്ള കത്തോലിക്ക കുടുംബങ്ങളിൽ ഈ ആവശ്യമില്ലാത്ത സംഗതികൾ വന്ന് കൂടുകയാണ്. ചാവറപ്പിതാവ് പറഞ്ഞ വീട്ടിലുള്ളത് നന്നായിട്ട് സംരക്ഷിക്കാനാണ്. 2 കാര്യമുണ്ട്. വീട്ടിലുള്ളവരും കൂടിയാണ്. ഡ്രസ്സും മറ്റ് അലങ്കാര വസ്തുക്കൾ മാത്രമല്ല, വീട്ടിലുള്ളവരും കൂടിയാണ് എന്ന് പറഞ്ഞാൽ ബന്ധുക്കൾ
മക്കൾ, അപ്പൻ, അമ്മ അവർ തമ്മിലുള്ള സൗഹൃദവും വളരെ ശക്തമാകണം എന്ന് ചാവറപിതാവ് ആഗ്രഹിക്കുന്നുണ്ട്. ചാവറപിതാവ് തന്നെ പറഞ്ഞ ചാവരുള്ളിലെ മറ്റൊരു ഏറ്റവും വിശിഷ്ടമായ ചാവരുള്ളുകളിൽ ഒരെണ്ണമാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കും. ഒരുമിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അത് ഓരോരുത്തരും ഓരോ സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുന്നതല്ല. വീട്ടിൽ തിരുഹൃദയ രൂപത്തിന് മുമ്പിൽ, തിരുക്കുടുംബ രൂപത്തിന് മുമ്പിൽ ഒരുമിച്ചിരുന്ന് കുടുംബാംഗങ്ങൾ, അപ്പൻ, അമ്മ, മക്കൾ ഒരുമിച്ചിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിനെ പറ്റിയാണ് ചാവറപിതാവ് പറഞ്ഞത്. പിന്നെ ഒരു കുടുംബത്തിലെ ഒരു പ്രാർത്ഥനയുടെ ഒരു ടൈം ടേബിൾ ചാവറപിതാവ് ഈ ചാവരുള്ളിൽ അവതരിപ്പിക്കുന്നുണ്ട്. നമ്മൾ മറ്റൊരു സമയത്ത് അത് ചർച്ച ചെയ്യും. എന്തായി പറഞ്ഞു വരുന്നത്? ഒരുമിച്ച് അപ്പനും അമ്മയും മക്കളും കൂടി ഇരിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു അനുഭവം തന്നെ പങ്കുവയ്പ്പാണ്. അതാണ് സമ്പത്ത്. ചാവറപിതാവ് പറയുന്ന ഒരു വീടിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് ആ ഒരു സ്നേഹ കൂട്ടായ്മയാണ്. ആ ഒരു കൂട്ടായ്മയാണ്. ആ ഒരു കൂട്ടായ്മ, അതാണ് നമ്മൾ പറയുന്നത്. എന്ത് തോന്നുന്നു അങ്ങനെയുള്ളൊരു ഫീൽ ചർച്ച ചെയ്യുമ്പം? നമ്മളുടെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എങ്ങനെയാണ്? നമ്മുടെ ഒരു ആധുനിക മാതാപിതാക്കൾക്ക് കത്തോലിക്ക സഭയുടെ ഇന്ന് സഭ ഏറ്റവും കരുതലോടുകൂടി പറയുവാൻ ആഗ്രഹിക്കുന്നതും ഈ കുടുംബത്തിലെ ഐക്യവും കൂട്ടായ്മയുമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? എൻ്റെ പേര് പോൾ. ഞാൻ കോഴിക്കോട് പാറപ്പൊടി ഇടവകയിൽ നിന്ന് വരുന്നു. നമ്മൾ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്ന എന്താണോ നമ്മൾ കാണിക്കുന്ന മാതൃക, അതാണ് പിള്ളേർ മനസ്സിലാക്കി വെക്കുന്നത്. കുടുംബ പ്രാർത്ഥനയായാലും എല്ലാം നമ്മൾ ചെറുപ്പത്തിലെ പിള്ളേർക്ക് നമ്മൾ എങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്നു അതുപോലെയാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, മാതാപിതാക്കളുടെ ഒരു ശൈലി മക്കൾ കണ്ട് വളരുകയാണ്. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ വീണ്ടും നമ്മൾ മാതാപിതാക്കളിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ചാവറപിതാവ് പറഞ്ഞത്, കുടുംബങ്ങളിൽ നമ്മളിങ്ങനെ വീടുകളിൽ സാധനങ്ങൾ കൂട്ടി വെക്കുന്നതിനേക്കാൾ ഉള്ള സാധനങ്ങൾ അത് വൃത്തിയായിട്ട് സൂക്ഷിക്കുക, ചെറിയൊരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ അതൊന്ന് നന്നാക്കി വെക്കുക, ഇങ്ങനെയുള്ളൊരു കാര്യമാണ്. അപ്പം അത്തരത്തിൽ നമ്മുടെ വീടുകളിൽ ഇപ്പോൾ നമുക്ക് അങ്ങനെയുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടോ? ശരിക്കും അങ്ങനെ ഒരു ആശയമുണ്ടോ? എന്തെങ്കിലും മോശമായ ഉടൻ തന്നെ മാറ്റിക്കളയുന്ന? ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഇടുക്കിയിലൊക്കെ മഴക്കാലമൊക്കെ വന്നു കഴിഞ്ഞാൽ വഴി സൈഡുകളിൽ പോലും ഇരിപ്പുണ്ടായിരിക്കും കുട നന്നാക്കുന്ന ആൾക്കാർ. ഇന്ന് കുട നന്നാക്കുന്ന ആൾക്കാരെ കണി കാണാനില്ല. കാരണം എന്താ? കേടായ ഒരു കുട ആരും നന്നാക്കാൻ ശ്രമിക്കുന്നില്ല. റിപ്പയർ ചെയ്യുക എന്ന് പറയുന്ന ഒരു ശൈലി ഇല്ലാതെയായി. അപ്പം ഒന്ന് റിപ്പയർ ചെയ്താൽ വീണ്ടും ഉപയോഗിക്കാം. പണ്ടൊക്കെ ഞങ്ങളൊക്കെ തുന്നിയ ഉടുപ്പുകളും നിക്കറുകളും ഒക്കെ എത്രയോ ഇട്ടിരിക്കുന്നു. പിന്നെ ബുക്ക് പെട്ടിപ്പോയി കഴിഞ്ഞാൽ, ഒരു നൂല് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നിപ്പോൾ ഒരു നോട്ട്ബുക്ക്, ഒരു നൂല് പൊട്ടിയ ഒരു നോട്ട്ബുക്ക് എടുത്ത് ദൂരോട്ട് കളയാണ് പിള്ളേർ. അതേസമയം നമ്മൾ നൂല് പൊട്ടിയ നോട്ട്ബുക്ക് തുളച്ച് കെട്ടി വീണ്ടും അവസാനത്തെ താള് വരെ കുനുകുനാന്ന് എഴുതി സൂക്ഷിച്ച്, അങ്ങനെയുള്ള ഒരു ഉപയോഗ ശൈലി നമുക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ നമുക്ക് ഉപയോഗമുള്ള സാധനങ്ങൾ ഉപയോഗിക്കാനും അത് കഴിഞ്ഞിട്ട് അത് മോശമാകുമ്പോൾ മാത്രം പുതിയത് മേടിക്കാനും വാങ്ങിക്കാനും ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമ്പത്ത് ലാഭിക്കാമെന്ന് മാത്രമല്ല, ദുർവ്യയം എന്ന ഒരു ദുശീലത്തിൽ നിന്ന് രക്ഷ നേടാനും കഴിയും. എന്താണ് ചേച്ചി പറയുന്നത്? എൻ്റെ പേര് ഷാനി. ഞാൻ പുഷ്പഗിരിയിൽ നിന്ന് വരുന്നു. അച്ഛനിപ്പോൾ ഈ പറഞ്ഞ കാര്യം, ഈ വാക്കുകൾ ഓർക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം വരിക തട്ടിൽ പിതാവിനെ കുറിച്ചാണ്. തട്ടിൽ പിതാവ് പറഞ്ഞ ജീവിതാനുഭവത്തിൽ നിന്ന് പറഞ്ഞൊരു കാര്യം ഓർമ്മ വരുവാണ്. ഈ പുതിയ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതും പഴയത് വൃത്തിയായി സൂക്ഷിക്കുന്നതും അത് തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച്. പിതാവ് സെമിനാരിയിൽ ചേരുന്ന കാലത്ത് എല്ലാവർക്കും ഇത്ര നമ്പർ ഡ്രസ്സ് വേണമെന്നുണ്ടല്ലോ, അത്രയും ഇല്ലാത്തതിൻ്റെ പേരിൽ പെട്ടി പാക്ക് ചെയ്യുമ്പോൾ തുടങ്ങി മനസ്സിൽ ആ ഒരു ടെൻഷനോടെയാണ് ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോഴേ ആദ്യം പറയുവാണ്, എനിക്ക് ഇത്ര എണ്ണം കുറവുണ്ട്, പക്ഷെ ഞാൻ എല്ലാവരെ കഴിഞ്ഞും ഭംഗിയായി ഇത് കഴുകി വൃത്തിയായി സൂക്ഷിച്ചു കൊള്ളാമെന്ന്. ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം തട്ടിൽ പിതാവിനെ. അപ്പോൾ പിതാവ് അന്നാ പറഞ്ഞ ആ കാര്യങ്ങൾ നമ്മുടെ ഈ പൊതുസമൂഹം അത് വലിയ ശ്രദ്ധയോടെ എടുക്കേണ്ട കാര്യമാണ്. അത് വൃത്തിയായി സൂക്ഷിച്ച്, ഇപ്പോൾ പിതാവ് എത്രയോ വലിയ പദവി ഇതിലെത്തി, പക്ഷേ പിതാവ് ആ ചെറുപ്പത്തിലെ ചെയ്ത ആ വലിയ ഒരു സന്ദേശം, ജീവിതത്തിൻ്റെ സന്ദേശം, പിതാവിന് ആ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടാലും അതിലൊരു അപമാനമോ ഒരു അപകർഷതാബോധമോ ഉണ്ടാകേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു ശിക്ഷണം മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ചതിൻ്റെ പേരിലാണ് പിതാവിന് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞത്. പിതാവിനെ പോലെ തന്നെ സെമിനാരിയിൽ വൈദിക പഠനത്തിന് ചേരുന്ന നൂറുകണക്കിന് വൈദിക വിദ്യാർത്ഥികൾ ഇതേ മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്, ഞങ്ങൾ ഉൾപ്പെടെ. അപ്പോൾ അന്നേരമെല്ലാം ഈ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനും ഉള്ളതുകൊണ്ട് തൃപ്തിയോടുകൂടി പരിശീലന പദ്ധതിയിൽ പങ്കുചേരാനും
സാധിക്കുന്നത് വീട്ടിൽ നിന്ന് ലഭിക്കുന്ന ഉപദേശത്തിൻ്റെ അല്ലെങ്കിൽ വീട്ടിലെ ആ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ്. അല്ല, അങ്ങനത്തെ ഒരു സംസ്കാരം ഇപ്പോഴുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം പറയണം. ടീച്ചർ എന്താ പറയുന്നത്? ഇപ്പോൾ അങ്ങനെ ഒരു സംസ്കാരം ഇല്ലാന്ന് തന്നെ പറയാം. കാരണം നമ്മുടെ സ്കൂളുകളിലൊക്കെ ശ്രദ്ധിച്ചാൽ ഏറ്റവും കൂടുതൽ വേസ്റ്റ് ആയിട്ട് കിട്ടുന്നത് ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിച്ച പെൻസിലുകൾ, എറേസറുകൾ എത്രയോ കിട്ടുകയാണ്. ഒരു പ്രാവശ്യം അത് കുട്ടികൾ കളഞ്ഞിട്ട് വീട്ടിൽ ചെന്നാലും എന്തിയാ നിന്റെ പെൻസിലെന്ന് ഒരു പാരൻസും ചോദിക്കുന്നില്ല. വീണ്ടും കാരണം നമ്മൾ ഇപ്പോൾ എന്താ ചെയ്യുന്നത്, സാധാരണ ഒരു പാക്കറ്റ് പെൻസിൽ, ഒരു പാക്കറ്റ് പെന്നാണ് വീട്ടിൽ വാങ്ങി വെക്കുന്നത്. ഇപ്പോൾ ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്ത് എടുക്കാം. ഒരു ദിവസം ഒരു പെൻസിൽ എന്നുള്ള കണക്കിൽ ഉപയോഗിക്കുന്ന ധാരാളം കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട്. നമ്മൾ വാങ്ങി കൊടുക്കുന്ന സാധനങ്ങൾ, ആ മിതവേശീലം എന്ന് പറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് ഇന്നില്ല. അത് ഒരു പെൻസിലിൻ്റെ കാര്യത്തിൽ തുടങ്ങി ഭക്ഷണ കാര്യത്തിലും എല്ലാത്തിലും. നമുക്കറിയാലോ, നമ്മളൊക്കെ പണ്ട്, ഞാനൊക്കെ ഓർക്കുന്നുണ്ട് എൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ ഭക്ഷണം എത്രയുണ്ടെന്ന് പറഞ്ഞാലും തരുന്ന ഭക്ഷണം എന്താണെങ്കിലും അത് കഴിച്ചിരിക്കുക. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം അതെന്താണെങ്കിലും കഴിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമായിരുന്നു. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, ഒരു പ്രാവശ്യം എൻ്റെ അമ്മയില്ലാഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാതെ ഞാൻ വെറുതെ അമ്മയെ അന്വേഷിച്ച് പോയി. സൺഡേ സ്കൂൾ കഴിഞ്ഞിട്ട് ലേറ്റായിട്ട്. അമ്മ എനിക്കന്ന് ഭക്ഷണം തന്നില്ല. മമ്മി വൈകുന്നേരം വരെ എന്നെ പട്ടിണിക്ക് എത്തിച്ച ശേഷം എന്നോട് പറഞ്ഞു, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാനുള്ള നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക, ഭക്ഷണം എടുത്ത് കഴിക്കുക, അല്ലാതെ അന്നേരം അമ്മ ഉണ്ടോയെന്ന് അന്വേഷിച്ച് പോകുക എന്നുള്ളതല്ല. അപ്പോൾ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, എൻ്റെ മക്കൾക്കായാൽ പോലും ഉണ്ടാക്കി വെക്കുന്ന ഭക്ഷണം അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അവർ കഴിക്കുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനുള്ള ശ്രമിക്കും. അപ്പോൾ അവിടെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ മിതവേശനം പഠിക്കുന്നില്ല. നമ്മളാണെങ്കിലും അത് അവരെ പഠിപ്പിക്കാനുള്ള പല മാതാപിതാക്കളും ഇതേ ആശയങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. 2 മക്കളുണ്ടെങ്കിൽ ഒരു വീട്ടിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് 4 പലഹാരം ഉണ്ടാക്കണം. 2 മക്കൾക്കും അപ്പനും 4 പേരുണ്ടെങ്കിൽ 4 സാധനം ഉണ്ടാക്കണം. ഇതൊരു റിലാക്സ്ഡ് സംസ്കാരം നമ്മൾ തന്നെ സൃഷ്ടിച്ചെടുക്കുകയാണ്. നമ്മുടെ ഒരു അലസത കൊണ്ട്, അല്ലെങ്കിൽ ഇത് പോട്ടെ സാരമില്ല എന്ന് വിചാരിക്കുന്നത് കൊണ്ട്, എനിക്കേതായാലും ഒരു 2 ഉണ്ടാക്കാമല്ലോ. ഇപ്പോഴാണെങ്കിൽ പലഹാരങ്ങൾ പലതുണ്ടാക്കാനുള്ള സംവിധാനവും വീട്ടിൽ ഇതിൻ്റെ കൊണ്ട് അനുബന്ധമായിട്ടുണ്ടായിട്ടുണ്ട്. പണ്ടങ്ങനെയല്ല. പണ്ട് ഞങ്ങളുടെ വീട്ടിൽ കപ്പയാണെങ്കിൽ കപ്പ എല്ലാവരും ഒരുമിച്ച് തിന്നുകയാണ്. അതല്ലാതെ കപ്പയും പിന്നെ അപ്പവും പുട്ടും ഒന്നും അങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഉണ്ടാകുന്ന സംസ്കാരമേ ഉണ്ടായിരുന്നില്ല. ഇല്ല, കാപ്പിയൊക്കെ കുടിക്കണം. സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ചില സമയത്ത് അമ്മച്ചിക്ക് അസുഖമായിട്ട് കിടന്ന സമയത്ത് ഞങ്ങൾ തന്നെ പറമ്പിൽ പോയി കാച്ചിലൊക്കെ മാന്തി എടുത്തുകൊണ്ട് വന്ന് പുഴുങ്ങി കഴിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ഒരു സ്ഥിതി അതാണ്. നമുക്കൊരു അബദ്ധം, നമ്മൾ ഡിഗ്നിറ്റി ഓഫ് ലേബറിനെ പറ്റി മക്കളെ പഠിപ്പിച്ചിട്ടില്ല. തൊഴിലിൻ്റെ മഹത്വം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. വലിയ തെറ്റാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാവരും. എൻ്റെയൊക്കെ കൊച്ചുനാളിൽ വൈകുന്നേരം അത്താഴത്തിന് വേണ്ടിയിട്ട് പറമ്പിൽ കൂടെ പോകും. ഒരു താള്, ഒരു ചേമ്പ്, ഒരു വഴുതനങ്ങ, ഒരു വെണ്ടയ്ക്കൊക്കെ പറിച്ചുകൊണ്ട് വരും. കറി വെക്കും, കൂട്ടും. കുറച്ചേ കാണുകയുള്ളൂ, തൃപ്തിയായി കൂട്ടും. ഇപ്പം നേരെ ചന്തയിലേക്ക് പോവുകയാണ്. 4 കിലോ തക്കാളി, 10 കിലോ വെണ്ടയ്ക്ക, 5 കിലോ മീൻ മേടിച്ചോണ്ട് വരികയാണ്. അതിനൊരു കാരണം പറയാനുള്ളതാണ്. നമ്മുടെ ഡിഗ്നിറ്റി ഓഫ് ലേബർ മക്കളെ പഠിപ്പിച്ചാൽ പറ്റൂ, എങ്കിലും കുറേയൊക്കെ പരിഹരിക്കാൻ സാധിക്കും. ഡിഗ്നിറ്റി ഓഫ് ലേബർ, തൊഴിലിൻ്റെ മഹത്വം, വിയർപ്പിൻ്റെ വില, ഇത് ഇന്നത്തെ മക്കൾ അറിയുന്നില്ല. വിയർപ്പില്ല, വിയർക്കാത്ത ഒരു തലമുറയാണ്. വിയർക്കുന്നുണ്ടാവും. അതെ, കമ്പ്യൂട്ടർ വിരലുകൾക്ക് മാത്രം വിയർപ്പുള്ള ഒരു തലമുറ. വിരൽത്തുമ്പുകൾക്ക് മാത്രം വിയർപ്പ്. ശരീരത്തിന് വിയർപ്പില്ല, വ്യായാമമില്ല, നടപ്പില്ല, മനുഷ്യബന്ധമില്ല, ബുദ്ധിമുട്ടുന്നവരെ പറ്റി അറിയത്തില്ല. ഇങ്ങനെയുള്ള ഒരു തലമുറയെ വളർത്തുന്നത് ആരാണ്? ഈ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് വളർന്നു വന്ന മാതാപിതാക്കൾ തന്നെയാണെന്നുള്ളതാണ് ഈ ഒരു തലമുറ അനുഭവിക്കുന്ന ഒരു ആന്തരിക സംഘർഷം. ചേച്ചി എന്ന് പറയുന്നത്. എൻ്റെ പേര് മിനി, മഞ്ചേരി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ പുതിയതായിട്ട് വരുന്ന മാധ്യമങ്ങളെ, പ്രത്യേകിച്ച് സിനിമകളെ, ഇപ്പോഴത്തെ സിനിമകളിലൊന്നും പാരൻസ് ഇല്ല, മാതാപിതാക്കളില്ലാത്ത സിനിമകൾ, ഫ്രണ്ട്ഷിപ്പ്, അത് മിക്കവാറും സിനിമകളുണ്ട്. ഒത്തിരി സിനിമകളെ അപ്പനും അമ്മയും ഇല്ല സിനിമയിൽ. കഥയുടെ അവസാനം പിള്ളേർ പറയും സിനിമയ്ക്ക് പോകും, അവിടെ ചെന്നിരിക്കുമ്പോൾ നമ്മൾ വെറുതെ അന്തം വിട്ടിരിക്കുകയാണ്. സിനിമയിൽ പാരൻസിൽ ഇവർ കൂട്ടുകൂടുന്നു, കമ്പനി കൂടുന്നു, പോകുന്നു, പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു, അവർ ഫ്രണ്ട്ഷിപ്പ് മാത്രം. എന്തുകൊണ്ടാണ് ഒരു കയ്യടി കൊടുക്കേണ്ട ഒരു കാഴ്ചപ്പാട്? നല്ല നിരീക്ഷണമാണ്. നല്ല നിരീക്ഷണമാണത്. അതായത് അപ്പനും അമ്മയും ഇല്ലാത്ത സിനിമകൾ, അച്ഛനും അമ്മയും ഇല്ലാത്ത സിനിമകൾ നല്ല ചർച്ച ചെയ്യേണ്ട കുഞ്ഞുങ്ങൾ കാണുന്ന സംഗതി ഏതാണ്? അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമില്ലാത്തൊരു വിഭാഗമാണ്. ടീച്ചറെ. മേരി കരിയാങ്കൽ, മഞ്ചേരി. ഇപ്പം നമ്മളിവിടെ പല കാര്യങ്ങളും ചർച്ച ചെയ്തു. ഇവിടെ പ്രശ്നങ്ങളാണ് എല്ലാവരും ഉന്നയിച്ചത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇനി നമുക്ക് എങ്ങനെ ഇതിനുള്ളൊക്കെ ഇപ്പം പറഞ്ഞിട്ടുള്ള ഈ പ്രശ്നങ്ങൾക്കൊക്കെ എങ്ങനെ പരിഹാരം കാണാം എന്ന് നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ അഭിപ്രായത്തിൽ
കുടുംബത്തിൽ നമുക്ക് ആവശ്യത്തിന് തികയാതെ വരുന്ന സന്ദർഭത്തിൽ നമ്മുടെ മക്കളും നമ്മളും നമുക്ക് മതി എന്നുള്ള ഒരാശയം നമ്മുടെ മനസ്സിലും നമ്മുടെ കുഞ്ഞുങ്ങളിലും കൊടുക്കുവാനുള്ള ഒരു കഴിവ് മാതാപിതാക്കൾക്കുണ്ടാകും. ഒരു തൻ്റെ ഇടമാണ്. അതൊരു ഇത് മതി. ധൈര്യമാണ്, തൻ്റെ ഇടമാണ്. സത്യത്തിൽ അപ്പം നമുക്ക് ലാളിത്യത്തിൻ്റെ ഒരു വശം വ്യക്തികളിലും അതോടൊപ്പം തന്നെ കുടുംബത്തിലും അത് ഉണ്ടാകും. ഇപ്പോൾ ടീച്ചർ പറഞ്ഞ ഈ ഒരു ചിന്ത നമുക്ക് ശരിക്കൊരു ധ്യാനത്തിന് ഉപയോഗിക്കാവുന്ന ചിന്തയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ചർച്ച ചാവറയച്ചൻ വചനബദ്ധമായി എഴുതി വെച്ച ഈ ചാവരുളിനെ ബന്ധപ്പെടുത്തി നമ്മൾ ചെയ്യുന്ന ഈ ചർച്ച ശരിക്കും ആത്മീയമായ ഒരു വിചിന്തനമാണ്, ഒരു ധ്യാനമാണ്. മതി എന്ന് പറയാൻ കഴിയുക എന്നാണ് ടീച്ചർ ഇപ്പോൾ പറഞ്ഞത്. സത്യത്തിൽ നമ്മൾ ഒന്നുകൂടി ആത്മീയമായി ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ചാൽ മതി എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിലുള്ള സ്തുതി. ആലോചിച്ച് നോക്കി, മതി എന്ന് എനിക്ക് എൻ്റെ ഈശോയുടെ മുമ്പിൽ നിന്നുകൊണ്ട് എൻ്റെ ജീവിതത്തെയും എൻ്റെ കഴിവുകളെയും എൻ്റെ സാഹചര്യങ്ങളെയും സാധ്യതകളെയും എൻ്റെ കയ്യിൽ പിടിച്ച് എനിക്കെൻ്റെ തമ്പുരാനെ നോക്കിക്കൊണ്ട് എനിക്കിത് മതി എൻ്റെ ഈശോയെ എന്ന് പറയാൻ എനിക്ക് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ഒരു ജീവിതം കൊണ്ട് കൊടുക്കാനുള്ള സ്തുതിയില്ല. അത് വളരെ നല്ലൊരു ആശയമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളൊരു ആധ്യാത്മികതയുടെ ഒരു വലിയൊരു ബലം അതാണ്. നമ്മളൊരിക്കലും തമ്പുരാനോട് മതിയെന്ന് പറഞ്ഞിട്ടില്ല. നമ്മുടെ പ്രാർത്ഥനയിലെല്ലാം നമ്മൾ പോരാ പോരാ എന്നാണ് പറയുന്നത്. ആവലാതികൾ അവതരിപ്പിക്കുകയാണ് പ്രാർത്ഥനയിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങളിൽ ഈ ഒരു ചവറച്ചൻ പറഞ്ഞ ആ ഒരു ദർശനത്തോട് ചേർന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിന് ആവശ്യമുള്ളത് ഇത്ര മതി എന്ന് പറയാനായിട്ടുള്ള ഒരു ആർജവത്വം, അതൊരു വിശ്വാസമാണ്, വിശ്വാസത്തിൻ്റെ ബലമാണ്. അത്തരത്തിലുള്ള ഒരു ബലം നമ്മുടെ ഈ ഒരു കാഴ്ചക്കാരിൽക്ക് ഉണ്ടാകണം എന്നുകൂടി നമ്മൾ ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥനയോടുകൂടി വേണം നമ്മൾ കാര്യം പ്രാർത്ഥനയിലും നമ്മൾ ഈ മിതവ്യയം പാലിക്കേണ്ടതാണ്. കാരണം തമ്പുരാൻ്റെ മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുന്ന ആഗ്രഹങ്ങളിലും നമുക്ക് ഈ ഒരു നമുക്ക് എന്തിനാണ് തമ്പുരാൻ നമുക്ക് ആവശ്യത്തിന് തന്നിട്ടുണ്ട്, തമ്പുരാൻ നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്, തമ്പുരാൻ നമ്മളെ നയിക്കുന്നുണ്ട്, തമ്പുരാൻ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് നമ്മുടെ വിശ്വാസമാണ്. ഈ വിശ്വാസം ഉള്ള ഒരു വ്യക്തിയാണ് പ്രാർത്ഥിക്കാൻ ചെല്ലുന്നത്. പ്രാർത്ഥന എടുത്തൊന്ന് പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നുമില്ല, ഇത് എല്ലാം എൻ്റെ തന്നെ റെസ്പോൺസിബിലിറ്റിയാണ്, എൻ്റെ തന്നെ ഉത്തരവാദിത്തമാണ്, എൻ്റെ ശ്രദ്ധ, എൻ്റെ വളർച്ച, എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം, ഇതെല്ലാം ഞാൻ തന്നെ കഷ്ടപ്പെട്ട് നിലനിർത്തുകയാണ്, നീ ഒരല്പമെങ്കിലും സഹായിക്കണേ എന്നുള്ള രീതിയിലേക്ക് പ്രാർത്ഥന മാറുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ഉള്ളതൊന്നും പോരാ എന്നുള്ള പ്രാർത്ഥന കുടുംബത്തിൽ ഉയരുമ്പോൾ തന്നെ ഈ കുഞ്ഞിന് 10 ഉടുപ്പുണ്ടെങ്കിലും അത് പോരാ, അടുത്ത ഉടുപ്പ് മേടിച്ചു തരാനും മമ്മിക്ക് തോന്നണേന്നാണ് കൊച്ചു പ്രാർത്ഥിക്കുന്നത്. ടീച്ചറെ എന്ന് പറയണു. അല്ല, നമ്മൾ മതപഠനത്തിലൊക്കെ പറയുന്നത് പോലെ എന്ത് കിട്ടുമ്പോഴും താങ്ക്സ് പറഞ്ഞ് പഠിപ്പിക്കണം. ഇപ്പോൾ ഒരു രക്ഷിതാവ് അല്ലെങ്കിൽ നമ്മളൊരു മിഠായി ആണെങ്കിൽ നമുക്ക് കിട്ടിയാലും മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴും നന്ദി എന്നുള്ള വാക്ക് ഇല്ലാതെ പോവുക. ആ ശീലം കുട്ടികളിൽ പഠിപ്പിക്കുകയാണെങ്കിൽ തന്നെ ഇതിനൊരു മറുപടിയാവും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പം 2 വയസ്സ് കഷ്ടിയാവുന്ന 2 വയസ്സല്ല 1 വയസ്സ് 1 വയസ്സിൻ്റെ ബർത്ത്ഡേ ആഘോഷത്തിനോട് ചെന്നാണ്. അവൻ ആകെപ്പാടെ പറയാനറിയാവുന്ന താങ്ക് യു താങ്ക് യു ഒന്നുമില്ല, ടാങ് എന്നേ പറയുന്നുള്ളൂ. എന്ത് കൊടുത്താലും ടാങ്. അപ്പോൾ ഞാൻ ഇതെന്താണ് താങ്ക് യു പറയുന്നതാണ് എന്ന് പറഞ്ഞാൽ ശീലം പഠിപ്പിച്ചു തുടങ്ങുകയാണ്. കുഞ്ഞുങ്ങൾക്ക് ഓർമ്മ വെക്കുമ്പോൾ കൊടുക്കണ എന്ത് കൊടുത്താലും, ഇപ്പോൾ എന്ത് കൊടുത്താലും ടാങ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുന്ന കുഞ്ഞുങ്ങൾ ഈ പറഞ്ഞ ടീച്ചർ പറഞ്ഞൊരു സങ്കല്പമാണത്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത് വന്നുകൊണ്ടിരുന്നത് നമ്മുടെ കുടുംബങ്ങളുടെ ഈ പറയുന്ന സമ്പത്ത് കുടുംബങ്ങളിൽ കൂട്ടിവയ്ക്കുന്നതിനെക്കുറിച്ച് ചാവറച്ചൻ പറഞ്ഞ ഒരു കൺസെപ്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ അത് നമ്മളിപ്പോൾ ഈ ഒരു ലെവലിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ മൾട്ടി നാഷണൽ കമ്പനികളുടെ ആഗോളവത്കരണത്തിൻ്റെ ഒരു ഇരയായി നമ്മളുടെ കുടുംബങ്ങളും കുഞ്ഞുങ്ങളും യുവജനങ്ങളും അവരുടെ ആധുനിക മാധ്യമ സംസ്കൃതിയും എല്ലാം മാറുന്ന ഒരു സാഹചര്യത്തിലാണ് നിന്നുകൊണ്ടാണ് നമ്മളിത് സംസാരിക്കുന്നത്. നമ്മളൊരു 50 വർഷം പിറകിലത്തെ ചർച്ചയല്ല നമ്മൾ നടത്തുന്നത്. ഈ ഒരു കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങളെ രൂപപ്പെടുത്തുവാനായിട്ട് എങ്ങനെ നമ്മളുടെ ചർച്ചകൾ ഇത് കാണുന്ന ആളുകൾക്ക് ഉപകരിക്കും എന്നുള്ളൊരു ചർച്ചയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചർച്ച വളരെ നല്ല രീതിയിൽ മുന്നേറുകയാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞത് അമിതമായ ഉപയോഗത്തെ പറ്റിയുള്ള നമ്മുടെ ഉത്കണ്ഠകളും നൊമ്പരങ്ങളുമാണ് നമ്മൾ പങ്കുവച്ചത്. എന്നാൽ ഇപ്പോൾ അതിനൊരു പരിഹാര മാർഗം എന്താണ് എന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മുടെ ചർച്ച മാറുകയാണ്. അപ്പോൾ ടീച്ചർ പറഞ്ഞു നമ്മൾ മതി എന്ന് പറയാൻ പഠിക്കണം, മതി എന്ന് പറയാൻ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. ജീവിതത്തോട് തന്നെ മതി എന്ന് പറഞ്ഞിട്ട് 1/2 നൂറ്റാണ്ടിലേറെയായ
ഒരു സന്യാസ ജീവിതത്തിൻ്റെ ഒരു അനുഭവ സാക്ഷ്യത്തിൽ നിന്നുകൊണ്ട് സിസ്റ്ററിന് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? ഇന്നത്തെ നമ്മുടെ കുടുംബാംഗങ്ങളുടെ ഈ ഒരു അമിതമായ ഉപയോഗ ശൈലിയെ പറ്റി. ജീവിതത്തോട് മതി എന്ന് ഞാൻ ഒരിക്കലും തീരുമാനിച്ചിട്ടില്ല. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. പറ്റുമെങ്കിൽ 135 വർഷം വരെ ജീവിക്കണമെന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. 36 കുഴപ്പമില്ല. ജീവിതത്തോട് മതി എന്നല്ല പറഞ്ഞത്, മാക്സിമം അത്രയും മതി എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഓക്കെ, ഭൗതികമായ സാഹചര്യങ്ങളോട് മതി എന്ന് പറഞ്ഞില്ലേ? അത് മതി എന്ന് തന്നെ പറയണം. എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ സ്വരുക്കൂട്ട് വെക്കുന്നതിന്റെ ഒരു സമ്മർദ്ദം, നമുക്ക് ഒരു സൊസൈറ്റിയിൽ നിന്ന് ഒരു സമ്മർദ്ദമുണ്ട്. ഉദാഹരണത്തിന് സെലിബ്രേഷൻസ്, ബർത്ത്ഡേസ്, അനുസ്മരണങ്ങൾ, ഇതെല്ലാം നമ്മളെ വല്ലാണ്ട് ഭ്രമിപ്പിക്കുക. അവരങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു, ആ കല്യാണത്തിന് ഇന്ന ഇത്ര ഡിഷുകളുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും. അപ്പം ഞാൻ എൻ്റെ അനുഭവം പറയാം. എൻ്റെ നേരെ ഇളയ ബ്രദറിൻ്റെ മകൻ്റെ കല്യാണം ഈയിടെ കഴിഞ്ഞോളൂ, 4ാമത്തെ പുത്രനാണ്. ഞാൻ പറഞ്ഞു, എന്തിനാ ഇങ്ങനെ പൈസ കളഞ്ഞു? ഉള്ള മനുഷ്യരെ എല്ലാം വിളിച്ച് ചുമ്മാ ഭക്ഷണം ഉണ്ടാക്കി പകുതി കളഞ്ഞ അത് പറ്റുകയില്ല. ഇത് ഏറ്റവും ഇളയ മകനല്ലേ, അപ്പോൾ ഒട്ടും കുറയ്ക്കാൻ പറ്റത്തില്ല. അതാണ് നമ്മളെ സ്വാധീനിക്കുന്നത്. ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് നമ്മൾ സെലിബ്രേഷൻസ്, ഒരു ബർത്ത്ഡേ മൂത്ത മകനാകുമ്പോൾ കൂട്ടാതിരിക്കാൻ പറ്റത്തില്ല, ഇളയ മകനാകുമ്പോൾ കുറയ്ക്കാൻ പറ്റത്തില്ല. അവരുടെ അമ്മയ്ക്ക് ബർത്ത്ഡേ വരും, 4 മക്കളും ഉദ്യോഗസ്ഥരാണ്, മത്സരമാണ്. ഒരാൾ 2000-ൻ്റെ മേടിച്ച് അടുത്തയാൾ 3000-ൻ്റെ, എങ്ങനെ കൂട്ടാവോ അത്രയും. അപ്പോൾ എൻ്റെ ആങ്ങളെ ഓർക്കും, ഓ മക്കളെല്ലാം കൊടുക്കുന്നു, ഞാൻ കൊടുത്തില്ല എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസം ഞാൻ ഇതെല്ലാം കണ്ടുകൊണ്ട് ഞാൻ പറയാണ്, ഇങ്ങനെ ഒരു തരം സമ്മർദ്ദമാണ്. അവരങ്ങനെ ചെയ്തു, അപ്പം നമുക്കങ്ങനെ ചെയ്യും. നാത്തൂനല്ല പ്രശ്നം. ഈ നാത്തൂൻ മറ്റ് സ്ത്രീകളെയും മറ്റ് കല്യാണങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള സ്ത്രീയാണ് ഈ അമ്മയെ സംബന്ധിച്ച്. ആ അമ്മ അല്ലെങ്കിൽ ആ മക്കളും കാണുന്നത് മറ്റ് കല്യാണങ്ങളും മറ്റ് ചടങ്ങുകളുമാണ്. അതാണ് ഇന്നത്തെ മക്കൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞ ഒരു സമ്മർദ്ദ തന്ത്രമാണ് ഇപ്പം. അവരങ്ങനെ ചെയ്തു, അതുകൊണ്ട് എനിക്കിങ്ങനെ. അപ്പം അമ്മ പറഞ്ഞാലേ പിള്ളേർക്കത് നിർത്താൻ പറ്റത്തില്ല. അപ്പം ആ അമ്മയോട് സ്നേഹമില്ലെന്ന് വിചാരിക്കാം. അത് സമ്മർദ്ദമാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം സമ്മർദ്ദമല്ല, അടിമത്തമാണ്. സമ്മർദ്ദത്തിന് അടിമപ്പെടുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. അല്ല, അങ്ങനെ അതൊരു ബലഹീനതയാണ്. ഇല്ല, അത് അടിമത്തം എന്ന് വിളിച്ച് നമുക്ക് ആ ഒരു അനുഭവത്തെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? അത് അടിമത്തം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരവസ്ഥയാണത്. അതിനെ നമ്മൾ ഒരു അവസ്ഥയായിട്ട് അങ്ങ് അംഗീകരിക്കുകയാണ്. ഇതാണ് ഇന്നത്തെ കാലത്തിൽ ഇങ്ങനെയാണ് എന്ന് നമ്മളോട് പറയാം. അതുകൊണ്ട് അതാണ് ഒരു അടിമത്തത്തിന്റെ അവസ്ഥയാണത്, അല്ലേ? ആ അവസ്ഥ എന്തുകൊണ്ട് എനിക്കൊരു തീരുമാനം എടുത്തുകൂടാ? എനിക്കത് വേണ്ട, എൻ്റെ കുടുംബത്തിനും അത് വേണ്ട, അങ്ങനെ ഉറച്ചൊരു തീരുമാനം എടുക്കാനുള്ള ഒരു തൻ്റെ ഇടം കാണിക്കണം. കുടുംബത്തിൽ നമ്മൾ പ്രശ്നത്തിന്റെ ഭാഗമാണോ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ പരിഹാരത്തിന്റെ ഭാഗമാണോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. 2016 നടന്ന സീറോ മലബാർ അസംബ്ലിയിലെ കൺക്ലൂഷനായിട്ട് ഉപസംഹാര സന്ദേശത്തിൽ നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് ആലഞ്ചേരി പിതാവ് പറഞ്ഞത്, ലാളിത്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം, അല്ലെങ്കിൽ ലാളിത്യം നമുക്ക് സ്വന്തമാക്കാം എന്നുള്ളൊരു സന്ദേശമാണ് ദേവാലയങ്ങളോടും വിശ്വാസികളോടും പറഞ്ഞത്. നമ്മൾ മാതാപിതാക്കൾ വിവേകികളായി മാറുക, മക്കൾക്ക് എന്ത് വാങ്ങിക്കൊടുക്കണം എന്നുള്ളത് മാതാപിതാക്കൾക്ക് തീരുമാനിക്കാൻ സാധിക്കുക എന്നുള്ളത്, മക്കൾക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്ന ഘട്ടം വരെ. പലപ്പോഴും മാതാപിതാക്കൾ തീരുമാനങ്ങൾ എടുക്കാറില്ല. അവർ അതിൽ നിന്ന് ഒളിച്ചോടാനുള്ള ശ്രമം. കുട്ടിയുടെ തലയിൽ ഇത് വെച്ച് നമ്മൾ ആ കുറ്റം അവരുടെ തലയിലേക്ക് വയ്ക്കുന്നതിൽ ഒരു കാര്യമില്ല. കാരണം മാതാപിതാക്കൾ എടുക്കേണ്ട തീരുമാനം അവർ കൃത്യസമയത്ത് തന്നെ എടുത്തിരിക്കണം. രണ്ടാമത്, കുഞ്ഞുങ്ങളോട് തുറന്നു പറയാം നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണ്.